Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി when 10 gram of ice at 0 degree Celsius is converted into water at the same temperature? The latent heat of ice is 80 calories per gram. ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ് ഇവിടെ കാണേണ്ടത്. 10 gram of ice ന്റെ 0 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് വാട്ടറിൽ നിന്ന് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് ഐസ്. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്നാണ് നമുക്ക് കാണുന്നത്. ഫോർമുല എന്താണ്? ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി. ടെമ്പറേച്ചർ ഡെൽറ്റ എച്ച് എൻതാൽപ്പി. എൻതാൽപ്പി എങ്ങനെയാ കാണാം? ഇവിടെ എത്ര ഗ്രാമാണ് തന്നിരിക്കുന്നത്? 10 gram അല്ലെ. സോ 10 ഗ്രാമിന് വേണ്ട എൻതാൽപ്പി എന്ന് പറയുന്നത് എത്രയാണ്? 800 കാലറീസ്. 800 കാലറീസ് പെർ ഗ്രാം. ഇവിടെ എന്താണ് ലാറ്റന്റ് ഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 80. അപ്പോൾ 10 ഗ്രാമിന്റെ കേസിലാണെങ്കിൽ 800 കാലറീസ് പെർ ഗ്രാം. അപ്പോൾ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി വിച്ച് ഇസ് ഈക്വൽ ടു 800 ഡിവൈഡഡ് ബൈ 273. അപ്പൊ എന്താണത്? 2.93 കാലറി പെർ കെൽവിൻ നമുക്ക് കിട്ടും. 2.93 ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് 81. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ? ഫോർ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 81 ആണ്. ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈറ്റിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചത്. അപ്പൊ എങ്ങനെയാണ്? വി ഈസ് ഈക്വൽ ടു നമുക്കറിയാം സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് mu r epsilon naught r. mu r എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിയബിലിറ്റി, എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു നമുക്ക് സി അറിയാം 3 × 10⁸ ആണ്. പെർമിയബിലിറ്റി 1 ആയിരിക്കും. പിന്നെ പെർമിറ്റിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 81 ആണ്. സോ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. വി ഈസ് ഈക്വൽ ടു 3.33 × 10⁷ മീറ്റർ പെർ സെക്കൻഡ്. സോ ഇത് ഏതാ? ഓപ്ഷൻ 3, തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കോംപ്റ്റൺ എഫക്ട് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് ലൈറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. സോ എന്താണ്? രണ്ട് ഓപ്ഷനും ഇവിടെ ഫോൾസ് ആണ്. ഇത് ആക്ച്വലി നേരെ തിരിച്ചാടുന്നത്. കോംപ്റ്റൺ എഫക്ട് എന്താണ്? പാർട്ടിക്കിൾ നേച്ചർ. ഡിഫ്രാക്ഷൻ വേവ് നേച്ചർ. വേവ് നേച്ചർ കാരണം കൊണ്ടല്ലേ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് വരിക, പാർട്ടിക്കിൾ നേച്ചർ അല്ലല്ലോ. പിന്നെ കോംപ്റ്റൺ എഫക്ട് എങ്ങനെയാണ്? സ്കാറ്ററിംഗ് ആണ് ഓഫ് ഇലക്ട്രോൺ, അത് പാർട്ടിക്കിൾ നേച്ചർ കാരണമാണ്. ഓക്കെ, സോ രണ്ടും ഫോൾസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസിഡർ റിഡ്ബർഗ് ആറ്റംസ് ഇൻ ഹൈലി എക്സൈറ്റഡ് സ്റ്റേറ്റ് വിത്ത് n around 400. The wavelength of radiation coming out of these atoms for transition to adjacent level in the range. അതായത് എന്താണ്? നമ്മൾ ഒരു റിഡ്ബർഗ് ആറ്റം, ഹൈഡ്രജൻ ലൈക്ക് ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതെന്താണ്? അതിന്റെ n എന്ന് പറയുന്നത് 400 ആണ്, അറൌണ്ട് 400 ആണ്. അപ്പൊ അതിന്റെ വേവ് ലെങ്ത് ഏത് റേഞ്ചിലായിരിക്കും? ഗാമയാണോ, യു വി ആണോ, ഐ ആർ ആണോ, റേഡിയോ ഫ്രീക്വൻസി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ യു വി? നമ്മൾ 100 to 400 എന്ന് പറയുമ്പോൾ എത്രയാണ്? അതായത് ഏകദേശം നമുക്ക് അറിയാം 100 to 400 എന്ന് പറയുമ്പോൾ യു വി റേഞ്ച് ആണ്, നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ നമ്പർ 2 യു വി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന്. ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, what will be the expression for moment of inertia of rectangular lamina ABCDE having length L and breadth B about an axis passing through one of its corners and perpendicular to its plane? ഇവിടെ റെക്ടാങ്കുലർ ലാമിന വന്നിട്ടുണ്ട്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ ആണ് കാണേണ്ടത്. ഇപ്പോൾ എങ്ങനെ നമ്മൾ നോക്കാം? അപ്പൊ നമുക്കിവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ അബൌട്ട് COM, അതായത് സെന്റർ ഓഫ് മാസ് എത്രയാണ്? m ഡിവൈഡഡ് ബൈ 12 ടൈംസ് L² പ്ലസ് B². ഇനി നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാം. എന്നിട്ട് എന്താണ്? അപ്പൊ നമുക്ക് കാരണം നമ്മളിവിടെ എന്താണ് നമുക്ക് ഇവിടെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് കോർണേഴ്സിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് ഈ റൊട്ടേഷൻ, അതായത് നമ്മൾ ഇതിനെ നമ്മൾ കോർണർക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കിട്ടുക? m ഡിവൈഡഡ് ബൈ 3 ടൈംസ് L² പ്ലസ് B² എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്രാമത്തെയാണ്? ഓപ്ഷൻ നമ്പർ 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത് സെന്റർ ഓഫ് മാസിലാണ്. അബൌട്ട് സെന്റർ ഓഫ് മാസ് ആണ് m/12. ഒരു പർട്ടിക്കുലർ കോർണർ ആണെന്നുണ്ടെങ്കിൽ m/3 ആണ് വരിക. അത് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്ത എന്താണ്?
The following logic circuit represents എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് നോക്കാം വെറുതെ. ഇപ്പൊ എക്സ് വൈ ആണല്ലോ, എക്സ് ടൈംസ് വൈ ആൻഡ് ഗേറ്റ് കൂടെ കടന്നു കഴിഞ്ഞാൽ എന്താണ് എക്സ് വൈ എന്താ ഉണ്ടാവുക, എക്സ് ഇൻറ്റു വൈ, എക്സ് ഡോട്ട് വൈ എന്ന് കൺസിഡർ ചെയ്യാം. ഇനി അവിടെ കോംപ്ലിമെന്റ് ചെയ്തു, നാൻഡ് ഗേറ്റ് ആണ്. അപ്പൊ എക്സ് വൈ ദ ഹോൾ കോംപ്ലിമെന്റ് എത്രയാ, ഡിമോർഗൻസ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എക്സ് വൈ ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ കോംപ്ലിമെന്റ്. അപ്പം ഈ നാൻഡ് ഗേറ്റിലൂടെ പുറത്ത് വരുമ്പോൾ ഔട്ട്പുട്ട് എന്താ വരിക, എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ കോംപ്ലിമെന്റ് ആണ് വരിക. ഇനി അതിനെ നോട്ട് ഗേറ്റിക്ക് അഗെയിൻ നമ്മൾ കൊണ്ടുപോയി, അപ്പൊ എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് വരും. അപ്പൊ പിന്നെയും ഡിമോർഗൻ തിയറം വെച്ചിട്ട് എന്താ വരിക, എക്സ് കോംപ്ലിമെന്റ് വൈ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ ആ കോംപ്ലിമെന്റ്സ് ക്യാൻസൽ ആയിട്ട് എക്സ് വൈ എന്ന് ആൻസർ കിട്ടും. അതിൽ ടോട്ടൽ ഔട്ട്പുട്ട് എന്താണ് ഫൈനലി വരിക, എക്സ് വൈ എന്നാ വരിക. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി എന്തായിട്ട് ആക്ട് ചെയ്യണം, ഒരു ആൻഡ് ഗേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എക്സ് വൈ ഇവിടെ ഇൻപുട്ട് കൊടുത്തു, നമുക്ക് ആൻസർ എന്തായിട്ട് എക്സ് ഡോട്ട് വൈ. സോ ആൻഡ് ഗേറ്റ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്, അതുകൊണ്ട് നമുക്ക് ആൻഡ് ഗേറ്റ് ആണ് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. There are three planets in circular orbits around a star at a distance a, 9a and 16a respectively. At time t is equal to t0, the star and planets are in the straight line. The period of revolution of the closest planet is t. How long after t0 will they again be on the same line? എന്താണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, 3 പ്ലാനറ്റ്സ് സർക്കുലർ ഓർബിറ്റ് അറൌണ്ട് ദ സ്റ്റാർ ആണ്. അപ്പൊ ഈ 3 എപ്പോഴാണ് സെയിം ലൈനിൽ വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്, t0 ശേഷം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കാണാം, ഇവിടെ t1 ടൈം പീരീഡ് ഓഫ് എന്താണ് ഫസ്റ്റ് വൺ എന്താണ് നമുക്ക് അറിയാം. എങ്ങനെ കാണാം, a റേസ് ടു 3/2 ആണ്. ഈ a എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ലൈക്ക് ഈ സ്റ്റാറിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ് a, 9, 16. അപ്പോൾ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അവിടെ. അപ്പൊ നമുക്ക് t1, t2, t3 കിട്ടും, 3ന്റെയും t കിട്ടും, t വാല്യൂ കിട്ടും. അപ്പൊ ഈ നമ്മൾ എപ്പോഴാണിത് കോമൺ ടൈം, അതായത് ഇത് എപ്പോഴും 3 സ്റ്റാർ ഇതും മീറ്റ് ചെയ്യാം, 3 സ്റ്റാർ അല്ല സോറി 3 പ്ലാനറ്റ്സ് ആണ് കേട്ടോ ഇവിടെ, അതൊന്ന് നോട്ട് ചെയ്യാം. 3 പ്ലാനറ്റ്സ് എപ്പോഴാണ് മീറ്റ് ചെയ്യുക, t0 ഈസ് ഈക്വൽ ടു ഈ 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. t1 ഇൻറ്റു t2 ഇൻറ്റു t3, അപ്പൊ നമുക്ക് 1728 t എന്ന് കിട്ടും. ആൻസർ 1728 t ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇവിടെ പീരീഡ് ഓഫ് റെവല്യൂഷൻസ് നമ്മൾ ഓരോന്നിന്റെയും കണ്ടു, അതിനുശേഷം പീരീഡ് ഓഫ് റെവല്യൂഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് ഈ 3 പ്ലാനറ്റ്സും പിന്നെയും മീറ്റ് ചെയ്യുന്ന ടൈം. ഓക്കെ, ഇനി അടുത്തത് C1 and C2 represent the specific heat of a liquid and its saturated vapor when L is latent heat of vaporization. The correct option is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ L എന്ന് പറയുന്നത് latent heat of vaporization ആണ്, T ടെമ്പറേച്ചർ ആണ്. C1 C2 എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിലേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ഇതൊരു ഡെറിവേഷൻ ആണ് ബേസിക്കലി. നിങ്ങൾ ഡെറിവേഷൻ നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ആൻസർ നോക്കി വെച്ചാൽ മതി. C2 മൈനസ് C1 ഈസ് ഈക്വൽ ടു dL/dt മൈനസ് L/T. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ഡെറിവേഷൻ ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. C2 മൈനസ് C1 ഈസ് ഈക്വൽ ടു dL/dt മൈനസ് L/T. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ 1 ആണ്.